കാലമൊരുപാട് നടന്നു നീങ്ങിയല്ലേ. ഒരു യുഗാന്ത്യം നമുക്കരികിലെത്തി നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, മെസ്സിയും റൊണാൾഡോയും നെയ്മറുമൊന്നുമില്ലാതെ എന്ത് ഫുട്ബോൾ ആയിരിക്കുമെന്ന്. ആ മൂന്ന് പേരും തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരാൽ ശൂന്യമാക്കപ്പെട്ട കളിമൈതാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ അതിനുള്ള സമയമെല്ലാം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മണ്ണിലാടിത്തീർത്ത ഓരോ ഓർമ്മകളും ബാക്കിയാക്കിക്കൊണ്ട് അവർ മൂവരും പടിയിറങ്ങുന്ന ആ ദിവസം അത്ര വിദൂരത്തല്ല. നാളെ അവർ ഈ കളി അവസാനിപ്പിച്ചാൽ പിന്നെ ആർക്ക് വേണ്ടി നാം വാത്തോരാതെ വാദിക്കും? ആരെ ഇതുപോലെ നെഞ്ചിലേറ്റും? അന്നൊരു പക്ഷേ ഫുട്ബോൾ ദരിദ്രമായി തീരില്ലേ? കാലം സമ്മാനിച്ച സ്വപ്ന സഞ്ചാരത്തിൽ അലിഞ്ഞു ചേർന്ന ഞങ്ങൾക്ക് ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. പരിക്കിനാൽ തളച്ചിടപ്പെട്ട നെയ്മറും പ്രായത്തിന്റെ വിസ്മൃതിയിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്ന മെസ്സിയും ക്രിസ്ത്യാനോയുമെല്ലാം ഇന്നവരുടെ പ്രതാപ പ്രൗഢിയിൽ നിന്നും കാതങ്ങൾ ദൂരെയാണ്. ഇതിഹാസങ്ങളേറെ അരങ്ങ് തീർത്ത യൂറോപ്യൻ കളിമൈതാനങ്ങളെ ഒരു കാലത്ത് വെട്ടിപ്പിടിച്ച ആ രാജാക്കന്മാർ ഇന്ന് തങ്ങളുടെ കിരീടവും ചെങ്കോലുമെല്ലാം ഉപേക്ഷിച്ച് സമാധാനപരമായ മറ്റൊരിടം തേടിപ്പോയത് തന്നെ ഈ വിസ്മയയുഗം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ സൂചന തന്നെയല്ലേ? ഈ കാലഘട്ടം മുഴുവൻ നമ്മെ ആനന്ദിപ്പിച്ച ആ മൂന്ന് താരരാജാക്കന്മാരുടെ കളിവൈഭവം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അടുക്കുമ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങുന്നുണ്ട്. മെസ്സിയും റൊണാൾഡോയും നെയ്മറും ചേർന്ന് വർണ്ണപൂരിതമാക്കിയ എത്രയോ രാവുകളാണ് നമ്മിലൂടെ കടന്നു പോയത്. കാണാൻ കൊതിച്ചതും കൺകളെ ആസ്വദിപ്പിച്ചതുമായ എത്രയോ കാഴ്ചകളാണ് അവർ നമുക്കായി സമ്മാനിച്ചത്. പറങ്കിപ്പടയുടെ രാജാവും ആൽബി സെലസ്റ്റുകളുടെ മിഷിഹയും കാനറികളുടെ സുൽത്താനും കാൽപന്ത് കൊണ്ട് മായാജാലം കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനിച്ചു പോയ നാം ഓരോരുത്തരും എത്രമേൽ ഭാഗ്യം ചെയ്തവരായിരിക്കണം. കളി കാണുന്ന കാലമത്രയും മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നീ മൂന്ന് നാമങ്ങൾ കളിമൈതാനങ്ങളിലെന്നും മുഴങ്ങിക്കേൾക്കണമെന്നുണ്ട്. എന്നാൽ കാലത്തിന്റെ പരിവർത്തനത്തിനൊത്ത് കാലം മറിക്കുന്ന കാൽപന്ത് താളുകളിൽ കടന്നുവരുന്ന പുതുയുഗങ്ങൾക്ക് വേണ്ടി മറ്റൊരു യുഗം അവസാനിക്കുക തന്നെ ചെയ്യും. അത് കാലത്തിന്റെ അനിവാര്യതയാണ്. എല്ലാം കഴിഞ്ഞ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ സുവർണയുഗം അവസാനിക്കുകയാണെന്നോർക്കും മനസ്സതെങ്ങനെ അംഗീകരിക്കും? ഒരു ഭാഗത്ത് നെയ്മറും മെസ്സിയുമെല്ലാം അണിനിരക്കുന്ന ബാർസലോണയും മറുഭാഗത്ത് റോണോയുടെ നേതൃത്വത്തിലുള്ള റയലും തമ്മിൽ ഏറ്റുമുട്ടുന്ന എൽ ക്ലാസിക്കോ പോരാട്ടങ്ങൾ എത്രയോ രാത്രികളിൽ നമ്മുടെയെല്ലാം മനം കവർന്നതാണ്. അത്രമേൽ സുന്ദരമായ നിമിഷങ്ങൾ നാം ഏവരും ആസ്വദിക്കുമ്പോൾ ആ വൈകാരിക നിമിഷങ്ങൾക്കെല്ലാം ഇതുപോലൊരവസാനം ഉണ്ടാകുമെന്നത് ആരെങ്കിലും അന്ന് ചിന്തിച്ചിരുന്നോ? തന്റെ 10ാം വയസ്സിൽ ഹോർമോൺ കുറവ് മൂലം വളർച്ച മുരടിച്ച തന്റെ ഇടങ്കാലിലേക്ക് പിൽക്കാലത്ത് ലോകത്തെ ഒന്നടങ്കം ആവാഹിച്ചെടുത്ത ലിയോ മെസ്സിയും പിറന്നു വീഴും മുമ്പേ മരണത്തെ മുന്നിൽ കണ്ട റോണോയുടെ ഉയർത്തെഴുന്നേൽപ്പും ബ്രസീലിലെ ഒരു കുപ്പത്തൊട്ടിയിൽ പിറന്നു വീണ് പിന്നീട് ലോകം കീഴടക്കിയ നെയ്മറുമെല്ലാം കാൽപന്ത് ലോകത്തിന് മാത്രമല്ലല്ലോ ലോകജനതക്കൊന്നടങ്കം പ്രചോദനമായി മാറിയവരല്ലേ? കാൽപന്ത് കളിയുടെ ഈ വശ്യ സൗന്ദര്യം ഇനി അധിക നാൾ കാണാൻ കഴിയില്ലെന്നറിയാം. എങ്കിലും ഉറക്കമൊഴിച്ച് കളി കാണുന്നവന്റെ മനസ്സിൽ ആനന്ദത്തിന്റെ അലയൊലികൾ കോരിയിട്ട ചില ഐതിഹാസിക നിമിഷങ്ങളും രാവുകളെ പകലുകളാക്കിയ ഓർമ്മകളും ഓരോ ഫുട്ബോൾ ആരാധകന്റെ മനസ്സിലും മരിക്കുവോളം നിലകൊള്ളും. ഇനി അവരോടൊപ്പം അവശേഷിക്കുന്ന നാളുകൾ കൂടി നമുക്ക് ആഘോഷിക്കാം. ശത്രുതയും വിദ്വേഷവും മറന്ന് അവർക്കായി ഒരുമിച്ച് കൈയടിക്കാം.